നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെ മക്കളെ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ മോനെ നീ ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മളെപ്പോഴെങ്കിലും നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? കൊടുക്കണം. നമ്മുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം. കോളിംഗ് ബെല്ല് നിൽക്കുമ്പോൾ ആ സമയത്ത് പാവം ഒരാൾ കല്യാണം പറയാൻ വന്നതാവും. ആളോട് പറയണം നിങ്ങൾ കയറിയിരിക്കട്ടോ. എന്ത് രസമുണ്ടാവും. 10 വയസ്സായ മോന് ആരോടും ചോദിക്കാതെ വാതിൽ തുറന്നിട്ട് നിങ്ങൾ കയറിയിരിക്കട്ടോ, ഞാൻ അമ്മച്ചനെ വിളിക്കാട്ടോ, ഇപ്പച്ചനെ വിളിക്കാട്ടോ. ആ പറച്ചിലിൽ തന്നെ എല്ലാമായി. ആ വീടിൻ്റെ സംസ്കാരം നമ്മൾ പഠിക്കാൻ. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ എന്താ അവസ്ഥ എന്നറിയോ? നമ്മുടെ വീടുകളിൽ 100 വട്ടം കോളിംഗ് ബെല്ല് നിൽക്കിയാലും ഉമ്മ പാവം അടുക്കളയ്ക്ക് അത് കേട്ടിട്ടുണ്ടാകും. കാരണം അങ്ങനത്തെ വീടല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കണം. വളഞ്ഞ് തിരിഞ്ഞ് പോകണം. ആ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടാവില്ല. മോന് സോഫയിൽ ഇരുന്നിട്ട് എന്തുണ്ടാവും? മൊബൈൽ നോക്കുന്നുണ്ടാവും. വേറൊരാൾ അപ്പുറത്തെ റൂമിൽ നിന്ന് മൊബൈൽ നോക്കുന്നുണ്ടാവും. ഈ കോളിംഗ് ബെല്ലൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ മനുഷ്യനൊന്ന് വന്ന് കാണാനോ ഒന്ന് കയറിയിരിക്കുന്ന പറയാനോ ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് കുട്ടികളില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അമ്മ ആരോ അത് വിളിക്കണമെന്ന് പറയും. സ്വന്തം അയൽവാസി കല്യാണം പറയാൻ വന്നതായിരിക്കും. ഇന്ന് സോഷ്യൽ റാപ്പോ ഇല്ലാതെ, സമൂഹത്തിനോട് ബന്ധമില്ലാതെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. അയൽവാസി വന്നാൽ എങ്ങനെയായിരിക്കണം? വീട്ടിലൊരാൾ വന്നാൽ എങ്ങനെയായിരിക്കണം? ഇനി നമുക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു എന്തിക്കാന പിരിവിനോ അല്ലെങ്കിൽ സാധാരണക്കാരനായോ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ പാവം മനുഷ്യൻ വന്ന് വലിയ ബലം ഇതൊന്നുമില്ല, ആ സാധു യാചിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ റെസിറ്റും കുറ്റിയിട്ട് വന്നതാണ്. നമ്മുടെ മക്കൾ ചോദിക്കാമെന്ന് വിചാരിച്ചോട്ടെ, എന്ത് രസമുണ്ടാവും. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നൊരു കുട്ടി ചോദിക്കുമ്പോൾ അതിനൊരു വല്ലാത്ത മര്യാദയാണ്. ആ സമയത്ത് മൂപ്പരിങ്ങനെ നോക്കുക മോനെ. കാരണം ഈ മകൻ്റെ ചിന്തയിൽ ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഹോട്ടലിലേക്ക് കയറുമ്പോൾ അവിടെ ഇങ്ങനെ യാചിക്കുന്ന ആളുകളുണ്ടാകും. നിങ്ങൾ MRIയിലോ മറ്റൊക്കെ കയറുന്നവരായിരിക്കാം. വലിയ ഹോട്ടലിലേക്ക് കയറുമ്പോൾ ഇത് ഇങ്ങനെ കൈകാട്ടുന്ന അവരോടൊന്ന് ചോദിച്ചു നോക്കിയാട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഇല്ലയെന്നറിയും. നിങ്ങൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളൂ. ആ പൈസ കൊടുക്കുക, ഓല അവിടെ ഇരുത്തിയിട്ട് നമ്മൾ പോവുക. അവർക്കും ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ആരെങ്കിലും അത് ശ്രദ്ധിക്കാറുണ്ടോ? തെരുവിൻ്റെ മക്കളായിട്ട് നമ്മൾ തള്ളിയിരിക്കല്ലേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാടാമ്പുഴയിൽ നമ്മൾ സുഹൃത്തിനെ വിട്ടിട്ട് അതിരാവിലെ വരെ, രാവിലെ 6 മണിയാണ്. 6 മണിക്ക് ഞങ്ങളെ പുത്തനത്താണിയിൽ ഒരു കണ്ണുപൊട്ടനായ, ഞാൻ ചെയ്തത് പറയല്ലോ, എൻ്റെ ഒരു അനുഭവം പറയാൻ. ഒരു കണ്ണുപൊട്ടനായ ഒരാളുണ്ട്. അദ്ദേഹം വലിയൊരു വടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു വടി. ആ വടിയാണ് പ്രശ്നം. ആ വടിയോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ കണ്ണും കണ്ടൂടാ. ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആരും മൂപ്പരെ കയറ്റിക്കൊണ്ടുപോലില്ല എന്നാ തോന്നുന്നത്. കാരണം ആ വടിയൊരു പ്രശ്നമായിട്ടല്ല, ആൾക്കാർ മോശമായിട്ടല്ല. എനിക്ക് തോന്നി മൂപ്പരെ കയറ്റിയിട്ടൊന്ന് പോകണം. വലിയ വസ്ത്രമൊന്നും നല്ലതൊന്നുമില്ല. അങ്ങനെ കാറിൽ കയറ്റിക്കൊണ്ട് ആ വടിയൊക്കെ ഇങ്ങനെ ക്രോസിൽ വെച്ച് ഒരു ഡോറൊക്കെ ശരിക്കും അടക്കാൻ പറ്റാതായി. അങ്ങനെ പോകുമ്പോൾ മൂപ്പര് ചോദിക്കുക, ഇത് കാറാ? കണ്ണില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആ കാറാണ്. AC ആണല്ലേ, തണുപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ അപ്പോൾ ആ സാധുവിനെ അധികം ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകില്ല. കാരണം മൂപ്പര് കണ്ണൊട്ടനാണ്, മൂപ്പര് യാചകനാണ്. ഒരു വിദ്യാർത്ഥിനി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വിദ്യാർത്ഥിനി സ്കൂൾ വിട്ട് പോകുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരാൾ അപ്പുറത്ത് നിൽക്കുകയാണ്. എന്ത് രസമുണ്ടാവുമെന്നറിയോ? ആ ആളുടെ കയ്യും പിടിച്ചിട്ട് നിങ്ങൾ വരിയെന്ന് പറഞ്ഞിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ആളെ അപ്പുറത്തേക്ക് എത്തിക്കുക. കുട്ടികൾക്ക് ഈ മര്യാദയൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. പാവപ്പെട്ട ആൾക്കാരെടുത്ത് കൊണ്ടുപോകണം. നിങ്ങൾ കുട്ടികളെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കും മാത്രമല്ല കൊണ്ടുപോകേണ്ടത്. കോഴിക്കോട് ജില്ലയിൽ, നിങ്ങളുടെ ഈ ജില്ലയിലൊക്കെ ഒരുപാട് വൃദ്ധസദനങ്ങളുണ്ട്. വൃദ്ധസദനത്തിലേക്ക് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ? വൃദ്ധസദനത്തിലേക്ക് പോയാൽ സ്വന്തം മക്കളെ, ഞാനൊരിക്കലും എൻ്റെ മോനായിട്ട് പോയപ്പോൾ, എൻ്റെ ചെറിയ മോനുണ്ട്, ആ മോനെ കുറച്ച് ക്യൂട്ടാണ് കാണാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഈ അമ്മാമ ചോദിക്കുകയാണ്, ഞാൻ ഓനൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന്. കാരണം എന്താണെന്നറിയാം, ഇതിന് പേരക്കുട്ടികളൊക്കെ ഉണ്ട്, ആരും കാണാൻ വരാറില്ല. അപ്പോൾ പേരക്കുട്ടിയെപ്പോലൊരു കുട്ടിയെ കണ്ടപ്പോൾ ഓനെ ഉമ്മ വെക്കാൻ വേണ്ടി ഉമ്മക്കൊരു മോഹമാണ്. നമ്മൾ അനുവദിച്ചു കൊടുക്കണം. വൃദ്ധസദന നമ്മുടെ കുട്ടികളെ കൊണ്ട് നമ്മൾ കാണിപ്പിക്കേണ്ടത്. അല്ലാതെ മൈസൂരും മൂട്ടി മാത്രമല്ല. അവിടെ ഇങ്ങനെ പോകുമ്പോൾ കുറേ കിളവികൾ അവരുടെ കഥ പറയും. 5 മക്കളുണ്ട്, ഒരാൾ സ്വിറ്റ്സർലാൻഡിലാണ്, ഒരാൾ നെതർലാൻഡ്സിലാണ്, ഒരാൾ അവിടെയാണ്, ഒരാൾ ഇവിടെയാണ്. എന്നിട്ടോ അവസാനം ഇങ്ങനെ വന്ന് കഴിയാം. ആ കഥകൾ നമ്മുടെ കുട്ടികൾ അറിയണം. വൃദ്ധസദനത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് നമ്മുടെ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോൾ അവനൊരു നോട്ടമുണ്ട് നമ്മുടെ മുഖത്തിന് നേരെ. ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല പിതാവേ, ഇല്ല മാതാവേ, നിങ്ങൾക്കൊരിക്കലും ഈ ഗതി വരില്ല, നിങ്ങൾക്കൊരിക്കലും ഈ ഗതി ഞാൻ വരുത്തില്ല. അതാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥം. ആ നോട്ടമാണ് നമ്മൾ അവനെ കൊണ്ട് നോക്കിപ്പിക്കേണ്ടത്. നമ്മുടെ മക്കളെ ആ മര്യാദയിലൂടെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അയൽവാസികളിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ അയൽവാസികളിലേക്ക് മക്കളെ കൊണ്ട് കൊടുപ്പിക്കണം.
നമ്മളെ കുട്ടികൾക്ക് 50 രൂപ നമ്മൾ മിഠായിക്ക് വേണ്ടി കൊടുത്ത കൊച്ചുകുട്ടികൾക്ക് കൊടുത്താൽ ആ കുട്ടികളോട് പറയണം, മോനെ അയൽവാസി കുട്ടികൾക്ക് 30 രൂപ കൊടുത്തേക്ക് കേട്ടോ. എന്നിട്ട് അവനെ കൊണ്ട് ചെറുപ്പത്തിലെ കൊടുപ്പിച്ച് ശീലിപ്പിക്കണം. അവൻ്റെ കൂട്ടുകാർക്ക് 30 രൂപ കൊടുക്കുന്ന 10 രൂപയൊക്കെ ചെറിയൊരു പൈസയല്ലേ, കൊടുക്കട്ടെ, അവൻ ആ ശീലത്തിലൂടെ വളർത്തണം. ഇങ്ങനെ കുട്ടികൾക്ക് വ്യത്യസ്തമായ മര്യാദകൾ പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കാണ്. എത്രത്തോളം മാതാക്കൾ ഇടപെടണം എന്നറിയോ? സ്നേഹത്തോടെ വെള്ളം കുടിക്കുന്ന സമയത്ത്, ഇറക്കുന്ന സമയത്ത് ഇവിടുന്ന് ശബ്ദമില്ലാതെ നോക്കണേ മോനെ എന്ന് വരെ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊടുക്കേണ്ടത്. നമ്മളിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഇവിടുന്നൊരു ഒച്ച വരും, അതുപോലും വരാതെ മര്യാദപൂർവ്വം കുടിക്കണം എന്ന് നിർദ്ദേശിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മാതാവിനാണ്. അവസാനം എല്ലാം പഠിപ്പിച്ച് നമ്മൾ പടിയിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ മയ്യത്തിനതാ ഇതിലൂടെ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട്. ഈ പാറക്കടവിൻ്റെ ഭാഗത്തിലൂടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ മുഴുവനും വിതുമ്പണം, മണൽത്തരികൾ പോലും വിതുമ്പണം. പോരാ, മയ്യത്ത് കട്ടിലിന് നേരെ നിന്നിട്ട് നിങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി മകൻ കൈകെട്ടുമ്പോൾ വിതുമ്പി കരഞ്ഞുകൊണ്ടായിരിക്കണം നിങ്ങളുടെ മയ്യത്ത് നിസ്കാരം അവൻ നിസ്കരിക്കേണ്ടത്. ക്രൂരമായ മാതാവിനെ കുറിച്ച് ഓർത്തിട്ടാകരുത്. അടികൊടുത്ത്, ശാഠ്യം പിടിച്ച്, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, വിമർശിച്ച് നീ ഒന്നുമല്ലടാ എന്ന് പറഞ്ഞ മാതാവിനേക്കാൾ സ്നേഹിച്ച്, ഒന്നും അറിയില്ലെങ്കിലും നെറ്റിയിൽ ചുംബിച്ച് വളർത്തി, കൊച്ചുകുട്ടിക്കാലത്ത് അള്ളാഹുവിനെ കുറിച്ച് കഥകൾ പറഞ്ഞു കൊടുത്ത് സുന്ദരമായി നടന്ന ഒരു ഉമ്മയെയാണ് അവൻ ഓർക്കേണ്ടത്. സുന്ദരമായ ഓർമ്മ. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ടതേ 12 വയസ്സിന് മുമ്പാണ്. 12 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവൻ കൂട്ടുകാരെ തേടിപ്പോവും. പിന്നെ 20-ാം വയസ്സിന് മോനെ വാ കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുകുട്ടിക്കാലത്തിരുത്തിയിട്ട് കഥ പറയണം. അവൻ താടയിൽ കൈവച്ചിട്ട് കേൾക്കുന്ന സമയത്താണ് ഉമ്മമാർ കഥ പറഞ്ഞു കൊടുക്കേണ്ടത്. താടയിൽ ഇങ്ങനെ കൈവെക്കുന്ന ഒരു പൊസിഷനാണ്. ഇങ്ങനെ കുട്ടികൾ അത്ഭുതത്തോടെ കഥ കേട്ടിരിക്കും. നിങ്ങൾ എത്ര പേരങ്ങനെ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ചു. എത്ര നഷ്ടബോധം നമുക്ക് വേണം. 6-7 വയസ്സിലൊക്കെ കുട്ടി ഇങ്ങനെ ഇരിക്കും ഉമ്മാൻ്റെ കഥ കേൾക്കാൻ. കൊച്ചുകുട്ടിക്കാലത്ത് കഥകൾ കേട്ടാൽ പറയുന്നുണ്ടെന്ന് തോന്നി. എനിക്ക് സഹാബാക്കളിൽ ഏറ്റവും ഇഷ്ടം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ, അതിനേക്കാളും ഗ്രേഡ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൂടുതൽ ഇഷ്ടം. അതിനൊരു കാരണം, പടാപ്പുറത്തിരുത്തിയിട്ട് വെല്ലിപ്പ കഥ പറഞ്ഞു തരും. എന്നും പറഞ്ഞാലും ഉമർ റളിയല്ലാഹു തആലയുടെ കഥയാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണങ്ങൾ, ഉമർ റളിയല്ലാഹു തആലയുടെ സംഭവങ്ങൾ ചെറുപ്പത്തിൽ മനസ്സിൽ കയറിയിട്ടുള്ള വലിയൊരു സഹാബിയാണ്. കാരണം അത് ഉപ്പാപ്പയുടെ ഒരു ദൗത്യമാണ്. ഇതേപോലെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഹീറോയിസിൻ്റെ ഓരോ ഹീറോസിൻ്റെ ഓരോ കഥകൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റണം. നമ്മളെ കുട്ടികൾക്ക് 3ാമത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് കരിയർ. ആ കരിയറിൽ നമുക്ക് ലക്ഷ്യമിടണം. നമ്മുടെ കുട്ടികൾക്ക് 2-3 ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റുകൾ ചെയ്യണം. പറ്റുമെങ്കിൽ ആ ടെസ്റ്റിൻ്റെ പേര് പറയാം, ഞാൻ പലയിടത്തും പറഞ്ഞതാണ്. ഒന്ന് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, വ്യത്യസ്തമായ ഇൻ്റലിജൻസ് നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവും. അതിൽ ഏതാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ തോന്നിയ പോലെ ഡോക്ടറായിക്കോ, എഞ്ചിനീയറായിക്കോ, അങ്ങോട്ട് പോയിക്കോ, ഇങ്ങനെയാകരുത്. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താ? കുട്ടികളെ ടെസ്റ്റ് ചെയ്താൽ അറിയാം ആ കുട്ടിക്ക് ഏത് കപ്പാസിറ്റി, ഏത് കേപ്പബിലിറ്റിയാണ് ഉള്ളത് എന്ന്. 2ാമത് ആപ്റ്റിറ്റ്യൂഡാണ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അഭിരുചി ഏതാണ് ഉള്ളിലുള്ളത് എന്ന്, ടേസ്റ്റ്. 3ാമത് പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്, വ്യക്തിത്വം എങ്ങനെയായിരിക്കുമെന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഇൻട്രോവേർട്ടാണ്, അവൻ കുറച്ച് ഉൾവലിയുന്ന സ്വഭാവക്കാരനാണെങ്കിൽ കാലിബ്രേഷൻ നടത്തിയിട്ട് മാറ്റണം. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് മൈക്കിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ മടിയുണ്ടോ? നിങ്ങൾ കാലിബ്രേഷൻ നടത്തി മാറ്റണം. നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും റബീഉൽ അവ്വൽ 12-നോ മറ്റോ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ കുട്ടികളെ വിളിച്ചാൽ നമ്മൾ പറഞ്ഞേക്കാതിരിക്കരുത്. ഒരു ദിവസത്തെ പ്രസംഗമാകാം പിന്നെ അവനെ വലിയ പ്രഭാഷകനാക്കി മാറ്റുന്നത്. തന്നെയല്ല, കാലിബ്രേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യും വേണം. കാരണം കുട്ടിക്ക് ഇങ്ങനെ ഇടയ്ക്കിടക്ക് അതിന് ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? കട്ടിലിൽ നിർത്തിയിട്ട്, കുട്ടികളെങ്ങനെ കട്ടിലിൽ നിർത്തിയിട്ട് പ്രസംഗം നമ്മൾ കേൾക്കണം. അവനിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ എന്നൊക്കെ അവരെ നമ്മൾ കേൾവിക്കാരായിട്ട് ഇരുന്ന് കൊടുക്കുക. ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം.